ഇത്തവണയും സിനിമാ, രാഷ്ട്രീയ, സാംസ്കാരിക മേഖലയിൽ നിന്നുള്ള നിരവധി പേരാണ് ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കാനെത്തിയത്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനൊപ്പം മകൾ ഉണ്ണിമായ ഔദ്യോഗിക വസതിയിൽ പൊങ്കാലയർപ്പിച്ചു. എല്ലാവരും കൂടി ഒരുമിച്ച് അത് ഭംഗിയാക്കി ചെയ്തു കൊടുക്കുക എന്നുള്ളതല്ല ഇത്തരം ഘട്ടങ്ങൾ വരുമ്പോൾ. ഇതൊരു ഫെസ്റ്റിവൽ അല്ല, ആഘോഷമല്ലേ. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറുടെ പത്നി മേഘ അർലേക്കർ ലോക്ഭവന് മുന്നിൽ പൊങ്കാലയർപ്പിച്ചു. കോൺഗ്രസ് നേതാവ് ദീപാദാസ് മുൻഷി, കേന്ദ്രമന്ത്രി ശോഭ കരന്തലജെ, ദിവ്യ എസ് അയ്യർ എന്നിവരും പൊങ്കാലയിടാനെത്തി. പ്രത്യേക ആവശ്യങ്ങളും നിവേദനങ്ങളും ഒന്നും നൽകാറില്ല. എല്ലാവർക്കും ആരോഗ്യവും ഐശ്വര്യവും നിറയെ സ്നേഹവും നൽകണം എന്നുള്ളത് മാത്രമാണ് ഇന്നും പ്രാർത്ഥന. ഇന്നും അതുതന്നെയാണ്. സിനിമാ താരങ്ങളായ അതിഥി രവി, ചിപ്പി, ജലജ എന്നിവരുടെ സാന്നിധ്യവും ശ്രദ്ധേയമായി. എല്ലാ വർഷവും ഇടാൻ പറ്റുന്നുണ്ട്. ഇടണം എന്ന് ഒരുപാട് പ്രാർത്ഥനയോടുകൂടിയാണ് അമ്മയുടെ അടുത്ത് പൊങ്കാല ഇടാൻ വരുന്നത്. സന്തോഷം ഇങ്ങനെ ഒരു പൊങ്കാല ഇടാൻ കഴിയുന്നത്. ഞാൻ കുറേ കണ്ടിട്ടുണ്ടെങ്കിലും ഈ വർഷം ഇങ്ങനെ എല്ലാവരും ഒത്ത് ചേരാൻ പറ്റിയത് തന്നെ വലിയൊരു സന്തോഷം. എല്ലാവർക്കും നല്ലത് വരട്ടെ. അപ്പം എല്ലാവർക്കും വന്നാൽ നമുക്കും വരുമല്ലോ. ഒന്നാമത്തെ ഇപ്പോൾ ഒരു യുദ്ധഭീതിയും അങ്ങനെയൊക്കെ ആയിട്ടിരിക്കുകയല്ലേ. അപ്പോൾ ലോകസമാധാനം വരട്ടെ എന്നുള്ള പ്രാർത്ഥന തന്നെയാണ്. ഇടണം എന്ന് മനസ്സിൽ തോന്നുമ്പോൾ എവിടെ ഇട്ടിരുന്നാലും അതൊരു മനസ്സിൻ്റെ തൃപ്തിയാണല്ലോ ഏറ്റവും കൂടുതലായിട്ടുള്ളത്. അപ്പം അതുകൊണ്ടാണ് ഒന്ന് വീട്ടിൽ ചെയ്യാമെന്ന് തന്നെ തീരുമാനിച്ചത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഭാര്യ രാധിക സുരേഷും സിനിമാ താരം ബിന്ദുജ മേനോനും അമ്മ പത്മശ്രീ വിമല മേനോനും വീട്ടിലാണ് പൊങ്കാലയർപ്പിച്ചത്. 24 തിരുവനന്തപുരം.